ഓക്കെ, നമുക്ക് സെക്കൻഡ് മൊഡ്യൂൾ ഓഫ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിലേക്ക് പോവാം. അക്കൗണ്ടിങ് ഫോർ ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്. അപ്പോൾ ഇത് പേര് പറയുന്ന പോലെ തന്നെ നമ്മൾ കമ്പനി കുറച്ച് ഷെയർസ്, ഈ ബോണസ് ഷെയർസ് പോലുള്ള ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. നിങ്ങൾ പലരും ചോദിച്ച പോലെ എൻ്റെ അടുത്തൊന്നും കണക്കുണ്ട്, നമ്മൾ കണക്കൊന്നും നോക്കി പോകുന്നുണ്ട്. വലിയ കോംപ്ലിക്കേറ്റഡ് കണക്കൊന്നും നോക്കുന്നില്ല, ബേസിക് ഐഡിയ കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ഓക്കെ, അപ്പോൾ ഇവരോട് പറഞ്ഞു തുടങ്ങുന്നത് ഇഷ്യൂ ഓഫ് ഷെയർസ് എന്നാണ് ടൈറ്റിൽ പറയുന്നത്. അതായത് എന്താണ്, നമ്മുടെ കമ്പനിയുടെ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. അതിന് പിന്നിലെ കഥ നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. അതായത് ഒരു കമ്പനി എന്ത് ചെയ്യുന്നു, അവർക്ക് വേണ്ട ഫണ്ട് എത്രയാണെന്നുള്ളത്, ആ കമ്പനിക്ക് റിക്വയർഡ് ആയിട്ടുള്ള ഫണ്ട് എത്രയാണെന്നുള്ളത് അവർ കണ്ടെത്തുന്നു. ഈ ഫണ്ടിനെ അവർ പറയുന്നു, ഈ ഫണ്ടിൻ്റെ ഒരു 50% നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കമ്പനിയുടെ ഉടമസ്ഥാവകാശം വിട്ടുകൊടുത്തുകൊണ്ട് നമുക്ക് നേടിയെടുക്കാം, പബ്ലിക്കിൻ്റെ ചെയ്ത് നേടിയെടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഷെയർ വിൽക്കുന്നത്. ഷെയർ വിൽക്കുമ്പോൾ പബ്ലിക് എന്ത് ചെയ്യുന്നു, അതിൽ ഓരോ യൂണിറ്റിന് ഒരു വില ഇട്ട് വാങ്ങുന്നു. ഇപ്പോൾ അവർ വിൽക്കുന്നത് ഒരു യൂണിറ്റിന്, ഒരു ഷെയറിന് 10 രൂപയാണെന്നുണ്ടെങ്കിൽ വേണ്ടത് ഒരു 5 ലക്ഷം രൂപയാണെന്ന് വിചാരിക്കാം. 50,000 ഷെയർസ് നമ്മൾ എന്ത് ചെയ്യും, വിൽക്കാൻ വയ്ക്കും. ഒരു ഷെയറിന് 10 രൂപ നമ്മൾ എന്ത് വെച്ചു, ഫേസ് വാല്യൂ വെച്ചു. ഫേസ് വാല്യൂ ഇൻ ദ സെൻസ് നമ്മളതാണ് വിൽക്കാൻ വയ്ക്കുന്നത് മുഖവില. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും, ആൾക്കാർ വരും. ചിലപ്പോൾ 50,000 ഷെയർസേ ഉള്ളൂ, പക്ഷേ ഒരു 60,000 ഷെയർസിൻ്റെ ആപ്ലിക്കേഷൻ കിട്ടാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഏറ്റവും ഹയസ്റ്റ് റേറ്റ് കോട്ട് ചെയ്ത ആരാണോ, അപ്പോൾ പലപ്പോഴും 10 രൂപ ഫേസ് വാല്യൂ പറയുമെങ്കിലും നമ്മൾ കോട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഒരു 10-ൻ്റെയും 25-ൻ്റെയും ഇടയ്ക്ക് എന്നൊക്കെ പറഞ്ഞൊരു ബാൻഡിലായിരിക്കും. ഈ ബാൻഡിൻ്റെ അകത്ത് ആര് ഹയസ്റ്റ് റേറ്റ് പറഞ്ഞോ അവർക്കൊക്കെ ആദ്യം കൊടുത്തിട്ട് നമ്മളെന്ത് ചെയ്യും, 50,000 ഷെയർസ് അങ്ങനെ ആയിരിക്കും കൊടുക്കുന്നത്. ഇത് 60,000 പേർക്കും ഷെയർ കൊടുക്കാൻ പറ്റത്തില്ല. സെബി അപ്രൂവ് ചെയ്ത 50,000 ഷെയർസേ ഉള്ളൂ എങ്കിൽ 50,000 ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. എങ്ങനെ കൊടുക്കും, ഏറ്റവും കൂടുതൽ ഫണ്ട് തന്നോ അല്ലെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് റേറ്റ് കോട്ട് ചെയ്ത ആൾക്കാർക്ക് ആദ്യം കൊടുക്കുന്നതായിരിക്കും അവിടുത്തെ ഒരു രീതി എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ സ്റ്റോക്ക് മാർക്കറ്റിൽ നടക്കുന്ന കളി, നമ്മളിതൊന്നും അല്ല അറിയണ്ടേ. ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ എന്തൊക്കെ ജേണൽ എൻട്രീസ് വരാമെന്നുള്ളത്. ഓക്കെ, ഏറ്റവും ബേസിക്കായിട്ട് ഞാൻ ഡെപ്തിലേക്ക് പോകുന്നില്ല എന്ന് ആദ്യമേ പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ കമ്പനിയുടെ ഷെയർ ഇഷ്യൂ ചെയ്യുന്നു. ഷെയർ എന്താണെന്ന് പോലും മനസ്സിലാവാത്തതിന് വേണ്ടി പറയാണ്. ഇത് ഇഷ്യൂ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, പൈസ കിട്ടും. അത്രയും അറിഞ്ഞാൽ മതി. ഓക്കെ, നമ്മുടെ കമ്പനിക്ക് ആവശ്യമുള്ള ഫണ്ട് കണ്ടെത്താനുള്ള എന്തോ ഒരു വഴിയാണ് ഈ ഷെയർ ഇഷ്യൂ ചെയ്യുക എന്ന് പറയുന്നത്. ഷെയർ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, പൈസ കിട്ടും. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഷെയർ അങ്ങോട്ട് പോകുന്നു, പൈസ ഇങ്ങോട്ട് വരുന്നു. ഏറ്റവും അടിസ്ഥാനമായിട്ട് അത് മാത്രം മനസ്സിലാക്കുക. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം, വേറെ ഒന്നും ഇടത്തിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്ത് നമ്മുടെ കയ്യിലേക്ക് പൈസ വരുമ്പോൾ കയ്യിലായിരിക്കില്ല എന്തായാലും പൈസ വരുന്നത്, ബാങ്കിലായിരിക്കും പൈസ വരുന്നത്, അല്ലേ? ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത് എന്താണ്, ഒരു അസറ്റാണല്ലേ. അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ബാങ്ക് അക്കൗണ്ടിൽ പൈസ വരുമ്പോൾ അസറ്റ് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ ചെയ്യാനുള്ളത്, ഡെബിറ്റാണ് ചെയ്യാനുള്ളത്. ഇത് ഓർമ്മയിരിക്കാത്ത പലരും കാണും. അവർക്ക് വേണ്ടി ഞാൻ എൻ്റെ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്ന, എൻ്റെ ഗുരുനാഥൻ എനിക്ക് പറഞ്ഞു തന്നൊരു ഷോർട്ട് കട്ടുണ്ട്. LIC ലൈബിലിറ്റിയോ ഇൻകമോ ക്യാപിറ്റലോ ഇൻക്രീസ് ചെയ്താൽ ക്രെഡിറ്റ് ചെയ്യണം. ഇവിടെ നോക്കിയിടാ, ഒരു അസറ്റ് അല്ലേ ഇൻക്രീസ് ചെയ്തേ, ലൈബിലിറ്റി ഇൻക്രീസ് ചെയ്താൽ ക്രെഡിറ്റ് ചെയ്യണമെങ്കിൽ അസറ്റ് ഇൻക്രീസ് ചെയ്താൽ ഡെബിറ്റ് ചെയ്യണം. അങ്ങനെ ഒന്ന് പഠിച്ചു വെച്ചാൽ ഓർമ്മ നിൽക്കും. ഒന്ന് നോട്ട് ചെയ്തേയുള്ളൂ. ഈ LIC എന്ന് പറഞ്ഞ സാധനം ഒരുപാട് അടുത്ത് നമുക്ക് ഉപകാരപ്പെടും. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി, നമ്മൾ ഷെയർ വിറ്റു, നമ്മുടെ കയ്യിലേക്ക് പൈസ വന്നു. പൈസ വരുമ്പോൾ ബാങ്കിൽ കിടക്കുന്ന പൈസ കൂടി. പൈസ കൂടുമ്പോൾ നമ്മുടെ ബാങ്ക് എന്ന് പറയുന്ന അസറ്റാണ്. അപ്പോൾ ജേണൽ എൻട്രി ചെയ്യുമ്പോൾ ബാങ്ക് നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. ഇനി ഡെബിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ, പലരും പല അർത്ഥങ്ങളൊക്കെ വിചാരിച്ച് വെച്ചിട്ടുണ്ട്. ഒന്നും മനസ്സിൽ വിചാരിക്കേണ്ട, അർത്ഥം എന്തേ ഉള്ളൂ. ബാങ്ക് അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ജേണൽ എൻട്രി ആദ്യം എഴുതേണ്ടത് എന്താണ്, ബാങ്ക് അക്കൗണ്ട് ആണെന്നുള്ളതല്ലാതെ അതിന് ഒരു അർത്ഥവുമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് എഴുതി, ബാങ്ക് നമ്മൾ ഷെയർ വിറ്റപ്പോൾ നമുക്ക് ഒരുപാട് ഷെയറിനുള്ള ആപ്ലിക്കേഷൻ കിട്ടി. അപ്പോൾ നമ്മുടെ ബാങ്കിൽ കിടക്കുന്ന പൈസ കൂടി. അപ്പോൾ നമുക്കിപ്പോൾ വന്നത് ഷെയറിനുള്ള ആപ്ലിക്കേഷനാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ബാങ്ക് അക്കൗണ്ട് ഇട്ടിട്ട് ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് എന്നാണ് നമ്മളവിടെ എഴുതുന്നത്. ഫോർ എക്സാമ്പിൾ, ഈ പറഞ്ഞ പോലെ 60,000 രൂപ കിട്ടി വിചാരിക്കുക. 50,000 രൂപ നമ്മൾ പ്രതീക്ഷയെടുത്ത് 60,000 രൂപ കിട്ടി എന്ന് വിചാരിക്കുക. അപ്പോൾ 60,000 നമ്മൾ എന്ത് എഴുതും, ഇങ്ങനെ എഴുതും. ഇതായിരിക്കും നമ്മുടെ ഫസ്റ്റ് ജേണൽ എൻട്രി. ഓക്കെ, അപ്പോൾ നമ്മൾ ഷെയർ ആപ്ലിക്കേഷൻ വിളിച്ചു,
ഒരുപാട് പേര് ഷെയറിന് വേണ്ടി അപ്ലൈ ചെയ്തു, അവരെല്ലാം പൈസ നമ്മൾ അക്കൗണ്ടിലേക്ക് വന്നു. ഇപ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ 60,000 ഉണ്ട്. പക്ഷേ സെബി നമ്മളെടുത്ത് എന്താ പറഞ്ഞത്? 50,000 ഷെയർ വിൽക്കാവുന്ന പറഞ്ഞേ അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ കിട്ടിയ പൈസയിൽ നിന്ന് ഒരു 10,000 രൂപ നമ്മൾ തിരിച്ചു കൊടുക്കും. അതായത് ഏറ്റവും കുറഞ്ഞ റേറ്റ് വെച്ച കുറേ ആൾക്കാർക്ക് ഈ 10,000 തിരിച്ചു കൊടുക്കും. അപ്പോൾ ഈ ജേണൽ എൻട്രി നേരെ തിരിച്ചു വരും. ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ടു ബാങ്ക് 10,000 അല്ലേ? അതായത് എന്ത് ചെയ്തു? ഓക്കെ, നിങ്ങൾക്ക് ശ്രദ്ധിച്ച കാര്യം പിടിയിട്ട് 60,000 രൂപയുടെ സാധനം കിട്ടി, 60,000 രൂപയുടെ ആപ്ലിക്കേഷൻ കിട്ടി. പക്ഷേ 50,000 നമുക്ക് കൊടുക്കാൻ പറ്റുന്നതുകൊണ്ട് 10,000 നമ്മൾ തിരിച്ചു കൊടുക്കുന്നു. പൈസ കിട്ടിയപ്പോൾ എന്ത് ജേണൽ എൻട്രി ചെയ്തോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമ്മൾ എഴുതി. എന്തിനു വേണ്ടിയിട്ട്? ആ പൈസ തിരിച്ചു കൊടുക്കുമ്പോൾ. ഇനി ഇപ്പം നിലവിൽ ആര് പൈസ നമ്മളെ കയ്യിൽ കിടപ്പുണ്ട്? ആരാണോ യഥാർത്ഥത്തിൽ ഈ ഷെയർ ഹോൾഡർ ആവാൻ അർഹതയുള്ളത് അവരുടെ പൈസ നമ്മുടെ കയ്യിൽ കിടപ്പുണ്ട്. നമ്മൾ ഇനി എന്ത് ചെയ്യുന്നു? അവരുടെ വെറും ഷെയർ ആപ്ലിക്കേഷൻ അല്ല, നമ്മൾ അതിനെങ്ങോട്ട് മാറ്റുന്നു? ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ടു ഷെയർ ക്യാപിറ്റൽ. അവരുടെ പൈസ നമ്മൾ നമ്മുടെ ക്യാപിറ്റലായി അംഗീകരിച്ച് കഴിഞ്ഞു. അവർ നമ്മുടെ ഇൻവെസ്റ്റേഴ്സായി, ഓണേഴ്സായി മാറിക്കഴിഞ്ഞു. ഈ 3 ജേണൽ എൻട്രിയാണ് ഇഷ്യൂ ഓഫ് ഷെയർസിന് പറ്റി ഏറ്റവും ബേസിക് ആയിട്ട് വരുന്നത്. ഇതൊന്നുമല്ല, അത്യാവശ്യത്തേക്ക് ഒരുപാട് കോംപ്ലിക്കേഷൻസ് വരെ നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല. ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ കാര്യം മനസ്സിലാക്കുമ്പോൾ ഈ 3 ജേണൽ എൻട്രിയാണ് വരുന്നത്. ഒന്ന്, വരുന്ന ആപ്ലിക്കേഷൻ്റെ പൈസ നമ്മൾ ബാങ്കിലേക്ക് വന്നു, അതിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതിൽ അധികം കിടക്കുന്ന പൈസ തിരിച്ചു കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? ഷെയർ ആപ്ലിക്കേഷൻ്റെ അകത്ത് ആർക്കൊക്കെയാണോ യോഗ്യത ഉള്ളവർ അവരുടെ ഇക്വിറ്റി ഷെയർ നമ്മൾ ഇഷ്യൂ ചെയ്തു. ഈ 3 കാര്യങ്ങളാണ് ഏറ്റവും ബേസിക്കായിട്ട് നടക്കുന്നത്. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി എന്ത് ചെയ്യാം? അടുത്ത സിലബസ് എന്താ പറയുന്നത് നോക്കാം. ഇനി പറയുന്ന അണ്ടർ റൈറ്റിങ്ങിനെ കുറിച്ചാണ്. അണ്ടർ റൈറ്റിംഗ് എന്താണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഒരു നല്ല രസമുള്ള പരിപാടിയാണ്. എന്താണെന്ന് പറഞ്ഞുതരാം. ഇതിലോട്ട് പൊട്ടി. അതായത് ഒരു കമ്പനി, ഓക്കെ, ഇപ്പം നിലവിൽ ഗ്രോ എന്ന് പറയുന്ന കമ്പനി അവരുടെ ഷെയർ വിറ്റു. ഞാൻ അത് വെച്ച് ചുമ്മാ ഉദാഹരണം പറയാണ്, യഥാർത്ഥ കഥയൊന്നുമല്ല. ഗ്രോ എന്ന് പറയുന്ന കമ്പനിക്ക് ഒരു എത്ര ഷെയർ വിൽക്കാനുണ്ടായിരുന്നോ? ഒരു ഊഹത്തിനും പറയാണ്, ഒരു 10,000 ഷെയർസ് വിൽക്കാനുണ്ടായെന്ന് വിചാരിക്കുക. ഓക്കെ, അവർക്ക് അവരുടെ 10,000 ഷെയർസ് വിൽക്കണമെന്നുണ്ട്. ഇവർക്ക് പക്ഷേ സംശയമുണ്ട്, മാർക്കറ്റ് ഇപ്പോൾ അത്ര നല്ല രീതിയിലല്ല നിൽക്കുന്നത്. അതുകൊണ്ട് ആൾക്കാരിപ്പോൾ ഈ 10,000 ഷെയർസ് വാങ്ങിക്കുമോ എന്ന് ഒരു സംശയത്തിൽ നിൽക്കുകയാണ്. അങ്ങനെ നിന്നപ്പോഴാണ് ഇവരുടെ അടുത്തേക്ക് ആര് വരുന്നത്? ഇവരുടെ അടുത്തേക്ക് ഒരു 4 മനുഷ്യർ വരുന്നത്. ഓക്കെ, 4 മനുഷ്യർ വരുന്നുണ്ട്. അതിലൊരാൾ നിങ്ങൾക്ക് നേരത്തെ കേട്ട് പരിചയം ഉണ്ടാവും. അതിലൊരാളാണ് ബ്രോക്കർ, സ്റ്റോക്ക് ബ്രോക്കർ എന്ന് പറയും. നിങ്ങൾക്കറിയാമല്ലോ എന്ത് ചെയ്യുന്നു? ഈ ബ്രോക്കർ ഇവരുടെ നിന്ന് ഷെയർ വാങ്ങിച്ച്, ഇവരുടെ ഒരു ഇടനിലക്കാരനെടുത്ത്, സാധാരണ നമ്മൾ എവിടെയൊക്കെ ബ്രോക്കർ പറയും അവർ ചെയ്യുന്ന അതേ പരിപാടി തന്നെയാണ് ഇവിടെയും ബ്രോക്കർ ചെയ്യുന്നത്. പിന്നെ ഇവിടെ ബ്രോക്കർ വിൽക്കുന്ന സാധനം എന്താ? കമ്പനിയുടെ ഷെയർ ആണെന്നേ ഉള്ളൂ. അപ്പോൾ അയാൾ ഒരു ഇൻ്റർമീഡിയറി ആയിട്ട് നിന്ന് കച്ചവടം നടത്തി തരാം, നിങ്ങൾ പേടിക്കണ്ട എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? ഇയാളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ബ്രോക്കർ പറഞ്ഞു. അങ്ങനെ ഇരിക്കുകയാണ് ഇവരടുത്ത് അടുത്തൊരു 3 ആൾക്കാർ വരുന്നു. ഓക്കെ, ഈ 3 പേരും ഒരൊറ്റ കാറ്റഗറിയിൽപ്പെട്ടാണ്. അവരാണ് അണ്ടർ റേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കഥ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. 10,000 ഷെയർ വിൽക്കാനുണ്ടായിരുന്നു, വിൽക്കുമ്പോൾ സംശയത്തിൽ നിൽക്കുമ്പോൾ 4 പേര് കാണാൻ വന്നു. അതിലൊരാൾ നമുക്കറിയാമെന്നുള്ള സ്റ്റോക്ക് ബ്രോക്കറാണ്. ഇനി 3 പേരുണ്ട്. ഈ 3 പേരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അണ്ടർ റൈറ്റർ എന്ന് വിളിക്കുന്നത്. ഇവർ പറഞ്ഞ ജോലി എന്താണ്? ഇവർ ഒരു അങ്ങോട്ട് ഇതേ വാക്ക് തന്നെയാണ് കൊടുത്തത്, നിങ്ങളെ ഷെയർ നമ്മൾ വിറ്റ് തരാം. വെറുതെ പറയുകയല്ല, വെറുതെ വിറ്റ് തരാമെന്ന് പറഞ്ഞ് കമ്മീഷൻ വാങ്ങിച്ചെന്ന് പോകാമെന്നുള്ള രീതിക്ക് വന്നതല്ല. അവർ കൂടെ ഒരു വാക്കും കൂടെ കൊടുത്തു. നമ്മൾ 3 പേരും നിങ്ങളുടെ ഷെയർ വിറ്റ് തരാമെന്ന് പറഞ്ഞത് മാത്രമല്ല, ഇനി എങ്ങാനും നിങ്ങളുടെ ഷെയർ വിൽക്കാതെ പോവുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, നമ്മൾ ത്രൂ വിൽക്കാൻ മാക്സിമം ശ്രമിക്കും. ബ്രോക്കറിനെ പോലെ നമ്മൾ ത്രൂ വിൽക്കാൻ നമ്മൾ മാക്സിമം ശ്രമിക്കും. ഇനി എങ്ങാനും നിങ്ങളുടെ ഷെയർ വിൽക്കാതെ പോവുകയാണെങ്കിൽ നമ്മൾ 3 പേര് എന്ത് ചെയ്തോളാം? നിങ്ങളുടെ വിൽക്കാതെ ഇരിക്കുന്ന ഷെയറിനെ 2:1:1 എന്ന് പറയുന്ന റേഷ്യോയിൽ നമ്മൾ തന്നെ വാങ്ങിച്ചോളാം, പേടിക്കേണ്ട. മനസ്സിലായില്ലേ? അതായത് അവരുടെ സെല്ലിംഗ് സ്കില്ലിന് അവർ കൊടുക്കുന്ന മാക്സിമം ഉറപ്പതാണ്. അതായത് നിങ്ങളുടെ ഷെയർ വിൽക്കാതെ പോയാൽ നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ തന്നെ ആ ഷെയർ വാങ്ങിച്ചോളാം എന്ന് പറയുകയാണ്. ഇതാണ് ആരെന്ന് പറയുന്നത്? ഒരു അണ്ടർ റൈറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം നിങ്ങൾ കേട്ട് ഇത്രയും കാര്യമുണ്ടല്ലോ, ഇതൊരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഈ കഥേൻ്റെ കൂടെ കുറച്ചും കൂടെ ഡീറ്റെയിൽ തന്നാൽ അണ്ടർ റൈറ്ററിൻ്റെ ഒരു ക്വസ്റ്റ്യനായി മാറും. ക്വസ്റ്റ്യൻ ആണെന്ന് എങ്ങനെയാണ് കാണിച്ചത്. ഇപ്പോൾ ഈ കഥ ഓർമ്മ ഉണ്ടല്ലോ,
ഈ കഥയിൽ നമ്മളിനി അടുത്ത ഭാഗം പറയുകയാണ്. എന്ത് ചെയ്തു? നമ്മൾ സ്റ്റോക്ക് ഇവർ വന്നു, അണ്ടർ റൈറ്റർ വന്നു, 10,000 ഷെയറും നമ്മൾ വിറ്റ് തരാം, എങ്ങാനും വിൽക്കാതെ പോകുന്നുണ്ടെങ്കിൽ ആ വിൽക്കാതെ പോകുന്നതിനെ 2:1:1 എന്ന് പറഞ്ഞ് നമ്മൾ 3 പേര് ഷെയർ ചെയ്തെടുക്കാം. ഓക്കെ, പരമ്പരാഗതമായ രീതിയിൽ ആ 3 അണ്ടർ റൈറ്റർമാരെ ഞാൻ എന്തെന്ന് വിളിക്കുന്നു? എക്സ് എന്നും വൈ എന്നും ഇസഡ് എന്നും വിളിക്കുന്നു. ഇവർ പറയാണ് വിറ്റ് പോയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? വിറ്റ് തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് എന്ത് സംഭവിച്ചു? മാർക്കറ്റിലേക്ക് ഈ ഷെയർ വന്നു. 10,000 ഷെയർ വിൽക്കാൻ വച്ചതിൻ്റെ അകത്ത് എത്ര ഷെയർ വിറ്റുപോയി? 9,000 ഷെയർ വിറ്റുപോയി. അപ്പോൾ ബാക്കി എത്രയുണ്ട്? 1000 ഷെയർ ഉണ്ട്. പേടിക്കേണ്ട, 1000 ഷെയർ വിറ്റുപോയില്ലാന്ന് പറഞ്ഞ് ഗ്രോ കമ്പനിക്കാർക്ക് സങ്കടമുണ്ടോ? സങ്കടമില്ല. കാര്യം എന്താ? ഇവന്മാർ വന്നല്ലോ, അണ്ടർ റൈറ്റർമാർ വന്ന് ഉറപ്പ് തന്നു, ബാക്കിയുള്ള ഷെയറിന് നമ്മൾ വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞു. പക്ഷെ അവിടെ വേറൊരു കളിയുണ്ട്. ഈ നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇത്രയും ഷെയർ വിറ്റുപോയി, 9,000 ഷെയർ വിറ്റുപോയി എന്ന് പറഞ്ഞതിൻ്റെ അകത്ത് നമുക്ക് ഒരു കാര്യം കൂടെ നമ്മൾ ഓർക്കണം. ഇവർ 3 പേര് മാത്രമല്ല പണിയെടുത്തിട്ടുള്ള, 4മതൊരുത്തനും കൂടെ ഇല്ലേ, ഈ പറഞ്ഞ ബ്രോക്കർ, അവനും പണിയെടുത്തിട്ടില്ലേ? അപ്പോൾ ഈ വിറ്റുപോയി എന്ന് പറയുന്നതിൻ്റെ അകത്ത് അവനും എന്തോ ഒരു പങ്കുണ്ടല്ലോ, അത് നമ്മൾ തിരിച്ചറിയണം അല്ലേ? അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നറിയാവോ? ഇപ്പോൾ എന്തായാലും ഷെയർ ഡയറക്റ്റ്, ഇപ്പോൾ കമ്പനിക്കാരെ നേരിട്ട് റോട്ടിൽ പോലും എല്ലാം ഷെയർ വിൽക്കുന്നത്. ഈ പറഞ്ഞ ആൾക്കാർ ത്രൂ, 4 പേരിൽ ആരെങ്കിലും ഒരാളിൽ ത്രൂ ആയിരിക്കും വിൽക്കുന്നത്. അപ്പോൾ ഇവർ ത്രൂ ആണ് ഈ ഷെയർ വിറ്റ് പോകുന്നതെങ്കിൽ എന്ത് കാണും? ആ വാങ്ങിച്ച ആളുടെ കയ്യിലിരിക്കുന്ന ഷെയറിൽ ആ വിറ്റ ആളുടെ ഒരു സീല് കാണും. ഓക്കെ, ഈ സീല് വയ്ക്കുന്നത് എന്തിനാ? തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. ഇന്ന ആൾ ത്രൂ ആണ് വാങ്ങിച്ചതെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് സീല് വയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഈ 9,000 ഷെയർ വിറ്റ് പോയി എന്ന് പറയുന്നതിൻ്റെ അകത്ത് കമ്പനിക്ക് പ്രോപ്പറായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റും. ത്രൂ, ആര് ത്രൂ ആണ്? വൈ എന്ന് പറയാം അല്ലേ? ആര് ത്രൂ ആണ് ഈ ഷെയർ വിറ്റ് പോയി നമുക്ക് പ്രോപ്പർ അറിയാം. എക്സ് ത്രൂ ആണോ, വൈ ത്രൂ ആണോ, ഇസഡ് ത്രൂ ആണോ, അതോ ആ പറഞ്ഞ ബ്രോക്കർ ത്രൂ ആണോ, നമുക്ക് വളരെ പ്രോപ്പറായിട്ട് അറിയാം. ഓക്കെ, അങ്ങനെ എടുത്ത് നോക്കിയപ്പോൾ, അങ്ങനത്തെ ഡേറ്റ എടുത്ത് നമ്മുടെ കമ്പനി നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലായ കാര്യം എന്താണെന്നറിയോ? ഇതിൽ ഒരു 2,000 പോട്ടെ, ഒരു 4,000 ഷെയർ വിറ്റത് ആരാണ്? എക്സ് ആണ്. ഓക്കെ, ഒരു 2,400 ഷെയർ വിറ്റത് വൈ ആണ്. പിന്നെ 1,600 ഷെയർ വിറ്റത് ഇസഡ് ആണെന്ന് കണ്ടെത്തി. കഥ ഞാൻ ഒന്നേന്ന് വീണ്ടും പറയുന്നു. 10,000 ഷെയർ വിൽക്കാനുണ്ടായിരുന്നു. ഷെയർ വാങ്ങാൻ 4 പേര് വന്നു. 4 പേരിൽ ഒരാൾ ബ്രോക്കർ, ബാക്കി 3 പേര് അണ്ടർ റൈറ്റർമാർ. അണ്ടർ റൈറ്റർമാരുടെ പ്രത്യേകത എന്താണ്? ബ്രോക്കറിനെ പോലെ തന്നെയാണ്, പക്ഷെ അവർ ഒരു ഉറപ്പും കൂടെ കൊടുക്കും. നിങ്ങളുടെ ഷെയർ വിറ്റുപോയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തോളാം? നിങ്ങളുടെ കയ്യിൽ നിന്ന് ഷെയർ വാങ്ങിച്ചോളാം. ഏത് റേഷ്യോയിൽ? 2:1:1 എന്ന് പറയുന്ന റേഷ്യോയിൽ ബാക്കി കിടക്കുന്ന ഷെയർസ് നമ്മൾ വാങ്ങിച്ചോളാം. ഒരു ഉറപ്പ് തന്നു. അങ്ങനെ ഇരിക്കെ 9,000 ഷെയർ വിറ്റു എന്ന് മനസ്സിലായി. ഈ ഷെയർ ആരൊക്കെ ത്രൂ ആണ് വിറ്റേന്ന് നോക്കിയപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? എക്സ് 4,000 ഷെയർ വിറ്റു, വൈ 2,400 ഷെയർ വിറ്റു, ഇസഡ് 1,600 ഷെയർ വിറ്റു. ഒന്ന് കാൽക്കുലേറ്റർ എടുത്ത് കൂട്ടി നോക്കിയിടാ. 4,000 + 2,400 6,400, 6,400 + 1,600 7,000, 8,000 അല്ലേ? അതായത് വീണ്ടും കഥ ക്ലാരിറ്റി വരുത്തുന്നു. 9,000 ഷെയർ വിറ്റുപോയി എന്ന് പറഞ്ഞതിൻ്റെ അകത്ത് 8,000 ഷെയർ എക്സ് വൈ ഇസഡ് എന്ന് പറയുന്ന നമ്മൾ അണ്ടർ റൈറ്റർമാർ ചേർന്നാണ് വിറ്റത്. ഈ ഒരു 1,000 ഷെയർ വിറ്റ് പോയിട്ടുണ്ട്. അതാരാ വിറ്റേ? നമ്മുടെ 4മനായ ബ്രോക്കർ വിറ്റതാണ്. ക്ലാരിറ്റി ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനിയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത്. ഇത്രയും കാര്യം പറഞ്ഞു തന്നിട്ടാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത്. എന്താ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? ഓരോ അണ്ടർ റൈറ്റർമാരും എത്ര ഷെയർസ് വീതം എടുക്കേണ്ടി വരും? അവർ ഉറപ്പ് കൊടുത്തല്ലോ ഷെയർ നമ്മൾ എടുത്തോളാമെന്ന്. എത്ര ഷെയർസ് വീതം എടുക്കേണ്ടി വരും എന്നുള്ളതാണ് ചോദ്യം. നമുക്കതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഒരു പ്രോപ്പർ ഫോർമാറ്റിൽ എഴുതുക. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഇവിടെ ബോർഡ് ആയതുകൊണ്ട് അത്രയും ക്ലാരിറ്റിയിൽ എഴുതത്തില്ല. നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതുന്ന പ്രോപ്പർ ഫോർമാറ്റിൽ തന്നെ എഴുതുക. ഓക്കെ, ഞാൻ എഴുതാണ് നമ്പർ ഓഫ് ഷെയർസ് സോൾഡ് ബൈ അണ്ടർ റൈറ്റേഴ്സ് എന്ന് എഴുതാണ്. ഓക്കെ, എന്നോട് എക്സ് എന്നും വൈ എന്ന് ഇസഡ് എന്ന് പറഞ്ഞ് 3 കോളം കൊടുക്കുകയാണ്. എക്സ് എത്ര ഷെയർ വിറ്റു? 4,000 ഷെയർ അല്ലേ? യെസ്, എക്സ് 4,000 ഷെയർ വിറ്റു. വൈ 2,400 ഷെയർ വിറ്റു. പിന്നെ ഇസഡ് എത്ര വിറ്റു? 1,600 ഷെയർ വിറ്റു. ഇനി നോക്കേണ്ടേ, നമ്മൾ യഥാർത്ഥത്തിൽ 9,000 ഷെയർസ് വിറ്റിട്ടുണ്ടല്ലോ. ഈ 9,000 ഷെയർസും ഇവർ തന്നെയാണ് വിറ്റിരുന്നെങ്കിൽ, ഓക്കെ, ഈ 9,000 ഷെയർസും ഇവർ തന്നെയാണ് വിറ്റിരുന്നതെങ്കിൽ ഇവർ പിന്നെ എങ്ങനെ വിൽക്കുമായിരുന്നു? എങ്ങനെ വിൽക്കുമായിരുന്നല്ലേ? ഇവർ 9,000 ഷെയർസ് ഇവർ വാങ്ങിക്കുമായിരുന്നെങ്കിൽ, 9,000 ഷെയർസും ഇവർ തന്നെ വാങ്ങിക്കേണ്ടി വന്നിരുന്നെങ്കിൽ, അത് ഒരു ഷെയർ വിറ്റുപോയില്ല, ഇവർ തന്നെ വാങ്ങേണ്ടി വന്നിരുന്നെങ്കിൽ അവർ ഏത് റേഷ്യോയിൽ വാങ്ങണമായിരുന്നു?
2:1:1 നേരത്തെ പറഞ്ഞല്ലോ, ആ റേഷ്യോയിൽ ഇവർ വാങ്ങേണ്ടി വന്നേനെ അല്ലേ ഈ 9,000 ഷെയർസിനെ. അതായത് 4,500, 2,250, 2,250. അതെങ്ങനെ വന്നു എന്ന് സംശയം തോന്നും. വേറൊന്നുമല്ല, 9,000 പകുതി എത്ര? 4,500. അതിൻ്റെ പകുതി എത്ര? 2,250, 2,250. അതാണ് 2:1:1 എന്ന് പറയുന്ന റേഷ്യോ. ഓക്കെ, അല്ലാത്ത റേഷ്യോ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വലിയ പാടില്ല. എന്ത് ചെയ്യുക? ടോട്ടൽ എടുക്കുക. 2 + 1 + 1 എത്ര കിട്ടും? 4 കിട്ടും. 2 ÷ 4 × 9,000. അത് ചെയ്യുമ്പോൾ ഫസ്റ്റ് റേഷ്യോ കിട്ടും. 1 ÷ 4 × 9,000 ചെയ്യുമ്പോൾ സെക്കൻഡ് റേഷ്യോ കിട്ടും. 1 ÷ 9,000 × 4 ചെയ്യുമ്പോൾ തേർഡ് റേഷ്യോ കിട്ടും. സാധാരണ റേഷ്യോ കാൽക്കുലേഷൻ അറിയാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ 9,000 ഷെയർസും ഇവർ വാങ്ങേണ്ടി വന്നിരുന്നെങ്കിൽ അവർ ഇങ്ങനെയായിരിക്കും വാങ്ങേണ്ടി വരിക. ഇനി നമുക്ക് എന്ത് നോക്കാം? ഡിഫറൻസ് നോക്കാം. ഇപ്പോൾ അവർ 4,500 ഷെയർ വാങ്ങേണ്ടി വരുമായിരുന്നു. 4,000 ഷെയർ വിറ്റുകൊണ്ട് ഇയാൾ ഇനി എത്ര ഷെയർ വാങ്ങിച്ചാൽ മതി? 500 ഷെയർ വാങ്ങിച്ചാൽ മതി. ഇയാൾ 2,250 ഷെയർ വാങ്ങേണ്ടി വരുമായിരുന്നു, വൈ എന്ന് പറയുന്ന ആളല്ലേ. അയാൾ 2,400 ഷെയർ വിറ്റു. ഇനി അയാൾ ഷെയർ വാങ്ങേണ്ട ആവശ്യമുണ്ടോ? അയാൾക്ക് അധികമാണ്. നമ്മളതുകൊണ്ട് നെഗറ്റീവ് ആക്കിയില്ല. അപ്പം 250ഉം 400ഉം ഒരു 150 ഷെയർ അയാൾ വിൽക്കേണ്ട റെസ്പോൺസിബിലിറ്റീനേക്കാൾ കൂടുതൽ വൈ എന്ന് പറയുന്ന ആൾ വിറ്റു അല്ലേ. ഇനി നോക്കിയേ, ഇസഡ് എന്ന് പറയുന്ന ആൾ 9,000 ഷെയർ വാങ്ങേണ്ടി വന്നിരുന്നെങ്കിൽ അയാൾ 2,250 ഷെയർ വാങ്ങേണ്ടി വന്നേനെ. പക്ഷേ അയാൾ 1,600 ഷെയർ വിറ്റുകൊണ്ട് അയാൾ ഇനി എത്ര ഷെയർ വാങ്ങിച്ചാൽ മതി? 650 ഷെയർ വാങ്ങിച്ചാൽ മതി എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു നോക്കിയപ്പോൾ അപ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ് വിറ്റുപോയ ഷെയർസിനെ വെച്ച് നോക്കുമ്പോൾ 500 ഷെയർ ആര് വാങ്ങണം? ഈ പറഞ്ഞ എക്സ് എന്ന് പറയുന്ന ആൾ വാങ്ങണം. 650 ഷെയർ ഇസഡ് വാങ്ങണം. വൈ എന്ന് പറയുന്ന ആൾ ഒന്നും വാങ്ങണ്ടെന്ന് മാത്രമല്ല 150 ഷെയർ അയാൾ അധികമായിട്ട് വിറ്റ് കൊടുക്കുകയും ചെയ്തു. ഇതുകൊണ്ട് ഇവരെന്ത് ചെയ്യും? ഈ ഒരു അഡ്വാൻറ്റേജിനെ മറ്റുള്ള 2 പേർക്കും വീതിച്ച് കൊടുക്കും. ഏത് റേഷ്യോയിൽ? അവരുടെ തന്നെ റേഷ്യോയിൽ 2:1 എന്ന് പറയുന്ന റേഷ്യോ. അതായത് ഇവിടെ സൈഡിൽ ചുമ്മാ എഴുതുകയാണ്. 150 × 2:1 എന്ന് പറയുമ്പം 2/3ഉം 1/3 എടുക്കണം. 50 × 2 100 ഇവിടെ വരും. 50 ഇവിടെ വരും. 150നെ 2:1 എന്ന റേഷ്യോയിൽ വീതിക്കുമ്പോൾ 100ഉം 50ഉം വരും. അതിൻ്റെ ഒരു ക്ലാരിറ്റി ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. റേഷ്യോയുടെ കാര്യത്തിൽ അറിഞ്ഞുകൊണ്ടെങ്കിൽ ഇനി അത് പറയാനുള്ള സമയം കൂടില്ല. ഇപ്പം തന്നെ എനിക്ക് സമയം അതിക്രമിച്ച് പോകുന്നു വളരെ നന്നായിട്ട് അറിയാം. എങ്കിലും ഒന്ന് ഓട്ടിച്ച് പറയുന്നത്. അപ്പോൾ 150 അധികം വിറ്റു. ആര്? വൈ വിറ്റു. അതിൻ്റെ അഡ്വാൻറ്റേജ് അവരെടുക്കുകയാണ്. അവരെന്ത് ചെയ്തു? ഈ പറഞ്ഞ പോലെ അവർ 2 വീതിച്ചു കൊടുത്തു. അപ്പോൾ ഇനി ഇയാൾ എത്ര വിൽക്കണം? 400 ഇയാൾ എടുക്കണം. ഇയാൾ എത്ര എടുക്കണം? 600 എടുക്കണം. കണ്ടില്ലടാ, 400 + 600 1000. അതായത് ബാക്കി വന്ന 1000 ഷെയർസിലെ 400 ഷെയർ എക്സ് വാങ്ങും, 600 ഷെയർ ഇസഡ് വാങ്ങും. ഇതാണ് അവർക്കുള്ള ശിക്ഷ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അവർ പറഞ്ഞ എഗ്രിമെൻ്റ് പ്രകാരം അവരങ്ങനെ ചെയ്തേ പറ്റും. ഇതാണ് ആ ഒരു പരിപാടി. അണ്ടർ റേറ്റിംഗ് എന്ന് പറയുന്ന നമ്മളെ സ്റ്റോക്ക് മാർക്കറ്റിൽ വളരെ സുലഭമായിട്ട് നടക്കുന്ന പരിപാടിൻ്റെ ഒരു ചെറിയ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഉദാഹരണം ഒന്നും കൂടെ ഒന്ന് വായിച്ചു നോക്കുക. ക്ലാരിറ്റി കിട്ടും, എനിക്കറിയാം. ഓക്കെ, ഇത് പ്രതീക്ഷിക്കുക. ഇതിൻ്റെ ഒരു ഹയർ വെർഷനോ എനിക്കറിയത്തില്ല. നമുക്ക് ആദ്യമായിട്ടാണ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് ഇങ്ങനത്തെ ചോദ്യം വന്നേക്കാം വീണ്ടോ. അപ്പോൾ ഒന്ന് നോക്കാം. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഇനി അടുത്തൊരു വാക്കാണ് ബുക്ക് ബിൽഡിംഗ് എന്ന് പറയുന്നത്. ബുക്ക് ബിൽഡിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഷെയർ മാർക്കറ്റിൽ ഷെയറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്ന ഒരു നല്ല അടിപൊളി ഒരു പ്രോസസ്സാണ്. അതും പറയുമ്പോൾ വലിയൊരു കാര്യം സ്റ്റിൽ ഞാൻ പറയാതിരിക്കാൻ പറ്റത്തില്ല. കാര്യം നമ്മൾ ഫിനാൻസ് സ്റ്റുഡൻ്റൊക്കെ നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഒരു കമ്പനി എന്ത് ചെയ്യണം? അവരുടെ ഷെയർ മാർക്കറ്റിൽ അവരുടെ ഷെയർ വിൽക്കാൻ വേണ്ടി വരികയെന്ന് വിചാരിച്ചു. ഓക്കെ, ഷെയർ വിൽക്കാൻ വേണ്ടി വരുമ്പോൾ അവരുടെ മനസ്സിലുള്ളതെന്ന് പറയുന്നത് അവർക്ക് എന്ത് വേണം? അവർക്കൊരു 10 ലക്ഷം രൂപ വേണം. ഓക്കെ, 10 ലക്ഷം രൂപ പോട്ടെ, 1 കോടി രൂപ വേണമെന്ന് വിചാരിക്കാം. 1 കോടി രൂപ അവർക്ക് ഷെയർ മാർക്കറ്റിൽ കളക്ട് ചെയ്തെടുക്കാനുണ്ട്. ഒരു ഷെയറിന് അവരിടുന്ന വില 10 രൂപയാണെന്ന് വിചാരിക്കുക. ഓക്കെ, എന്നിട്ട് അവർ പറഞ്ഞു ഫേസ് വാല്യൂ ഇടുന്നത് എപ്പോഴും ഇങ്ങനെ ചെറിയൊരു 10 രൂപ 100 രൂപ കൊണ്ട് എടുത്തുള്ളൂ. പക്ഷെ അവർ പ്രതീക്ഷിക്കുന്നത് അവർ പ്രതീക്ഷിക്കുന്ന റേഞ്ച് അവർ പറയും. ഓക്കെ, അവർ പറയുന്ന റേഞ്ച് ഒരു 190 രൂപ അല്ലെങ്കിൽ 210 രൂപ. ഓക്കെ, അത്ര പോട്ടെ. അപ്പോൾ വാങ്ങാൻ വേണ്ടി ഇപ്പോൾ IPO ഇറക്കിക്കുമ്പോൾ വാങ്ങാൻ വേണ്ടി വരുന്ന ആൾക്ക് എത്ര രൂപ കോട്ട് ചെയ്യാൻ പറ്റും? ഏറ്റവും കുറച്ച് 190, ഏറ്റവും കൂടുതൽ 210. ഇതിൻ്റെ ഇടയിലേ കോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിൻ്റെ ഈ 2 ലിമിറ്റിൻ്റെ താഴോട്ട് മുകളിലേക്ക് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഇവരെന്ത് ചെയ്യും? ഓരോരുത്തരും ഓരോ പ്രൈസ് പറയും. ഇപ്പം മാക്സിമം ആൾക്കാരും പറഞ്ഞത് 200 രൂപയാണ് വിചാരിക്കുക. അപ്പോൾ 200 രൂപ 1 ലക്ഷം പേര് പറഞ്ഞു.
201 രൂപ 2 ലക്ഷം പേര് പറഞ്ഞു. പക്ഷേ 202 രൂപ എന്ന് പറയുന്നത് 50,000 പേര് പറഞ്ഞുള്ളൂ. അങ്ങനെ പലതാവാം സിറ്റുവേഷൻ. കാര്യം ഈ പ്രൈസ് കോട്ട് ചെയ്യുന്നു നമ്മൾ പറഞ്ഞല്ലോ, ഇവർക്ക് തമ്പി അറിയത്തില്ല. മനസ്സിലായില്ലേ? ഏതൊക്കെയോ സാധാരണക്കാരാണ്, അല്ലെങ്കിൽ ഈ ഒരു ബന്ധവുമില്ലാത്ത ആൾക്കാരാണ് പ്രൈസ് കോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് എന്തേ അറിയത്തില്ല, ഈ തമ്പി അറിയത്തില്ല ആരാണ് എത്ര രൂപയാണ് പറഞ്ഞതെന്നുള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ വിചാരിക്കുക, അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്താണ്? നമുക്ക് 10 രൂപ ഫേസ് വാല്യൂ ഉള്ള 10 രൂപ ഫേസ് വാല്യൂ ഉള്ള 10 രൂപ ഫേസ് വാല്യൂ ഉള്ള എത്ര രൂപയുടെ ഷെയർസ് ഉണ്ട്? 1 കോടി രൂപയുടെ ഷെയർസ് ഉണ്ട്. 10 രൂപ വെച്ച് 1 കോടി രൂപയുടെ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ എത്ര ഉണ്ട്? 10 ലക്ഷം ഷെയർസ് ഉണ്ട്. നമ്മുടെ ലക്ഷ്യം ഈ 10 ലക്ഷം ഷെയർസും വിറ്റ് പോകണം. വിറ്റ് പോയില്ലെങ്കിൽ എന്ത് ചെയ്യത്തില്ല? സെയിൽസ് നടക്കത്തില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരാൾ 191 പറയും, വേറൊരാൾ 200 പറയും, വേറൊരാൾ 201 പറയും. അങ്ങനെ പലരും പല റേറ്റ് പറയുമ്പോൾ ഏത് റേറ്റിലാണോ ഈ പറഞ്ഞ 10 ലക്ഷം ഷെയർസും വിറ്റ് പോകുന്നത്, ആ റേറ്റിനെ ഇതിൻ്റെ എന്താണ് നമ്മുടെ ഈ പറഞ്ഞ പോലെ എന്തായിരുന്നു നമ്മുടെ ഷെയർ പ്രൈസായിട്ട് കണക്കാക്കും. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഷെയറിൻ്റെ ഇഷ്യൂ നടക്കുന്നത്. നമ്മൾ നേരത്തെ ജേണൽ എൻട്രി പറഞ്ഞല്ലോ, ആപ്ലിക്കേഷൻ കൂടുതൽ വന്നെന്നിരിക്കാം, പക്ഷേ ഏതോ ഒരു പ്രൈസ് കൊടുത്ത ഒരാൾക്ക് മാത്രമേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ? ഷെയർ ഇഷ്യൂ ചെയ്യത്തുള്ളൂ. ആ ഷെയറിൻ്റെ പ്രൈസ് നമ്മൾ കണ്ടെത്തുന്നത് ഈ പരിപാടിയിലൂടെയാണ്. ഈ പറഞ്ഞ പോലെ 201 രൂപയ്ക്കാണ് എന്ത് പറഞ്ഞേക്കുന്നത്? നമ്മുടെ 10 ലക്ഷം ഷെയർസും വിറ്റ് പോകാനുള്ള സാധ്യതയുള്ളത്. അല്ലാതെ 202 രൂപ എന്ന് പറഞ്ഞ് കൂടുതലാണെന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ അവിടെ 10 ലക്ഷം ഷെയർസ് വിറ്റ് പോകണമെന്ന് ഒരു നിർബന്ധവുമില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ എന്ത് ചെയ്യുന്നു? ഈ വില കണ്ടെത്തുന്നു. ഈ കണ്ടെത്തിയ വിലയിനെ നമ്മൾ എന്തായിട്ട് എടുക്കത്തില്ല? നമ്മുടെ ക്യാപിറ്റൽ വാല്യൂ ആയിട്ട് എടുക്കത്തില്ല. നമ്മൾ ആദ്യം ഒരു ഫേസ് വാല്യൂ പറഞ്ഞല്ലോ 10 രൂപ. ഈ 10 രൂപയായിരിക്കും നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്യാപിറ്റലിലെ വാല്യൂ. 10 രൂപ ഇൻറ്റു 10 ലക്ഷം, അതായത് നമ്മൾ വിചാരിച്ച ആ 1 കോടി രൂപയെ നമ്മൾ ക്യാപിറ്റലായിട്ട് എടുക്കത്തുള്ളൂ. അധികം കിട്ടിയ പൈസ ഉണ്ടല്ലോ, അതിനെ നമ്മൾ ഷെയർ പ്രീമിയമായിട്ട് എടുക്കും. അതിൻ്റെ അകത്ത് ജേണൽ എൻട്രി പരിപാടി കൊണ്ട് പോട്ടെ, ഞാൻ അത്ര ഡെപ്തിലേക്ക് പോകുന്നില്ല. ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കി വെച്ചേക്കുക. ഇതൊക്കെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുക. എനിക്ക് അറിയത്തില്ല, ടു ബി വെരി ഫ്രാങ്ക്, എന്താണെന്നുള്ളൊരു ക്ലാരിറ്റി അവർ സിലബസിൽ തരാത്തതുകൊണ്ട് ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക എന്നല്ലാതെ നമുക്ക് പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് വെറീഡ് ആവാതെ ബേസിക്സ് അറിയാമെന്ന് ഉറപ്പാക്കുക. ഓക്കെ. പിന്നെ പറയുന്ന 2 കാര്യങ്ങളാണ് റൈറ്റ് ഷെയറും ബോണസ് ഷെയറും. എന്താണ് റൈറ്റ് ഷെയർ, എന്താണ് ബോണസ് ഷെയർ എന്ന് ചോദിച്ചാൽ, റൈറ്റ് ഷെയർ എന്ന് പറയുന്നത് പേര് പറയുന്ന പോലെ തന്നെ എന്താണ്, പ്രത്യേക റൈറ്റ് ഉള്ളവർക്ക് കൊടുക്കുന്ന ഷെയറാണ്. അത്ര ഇടത്തിലേക്കൊന്നും ആരും ആലോചിക്കേണ്ട. റൈറ്റ് ഷെയർ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ പറഞ്ഞ എന്താണ്, ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സിലൂടെ നമ്മുടെ കമ്പനിയുടെ ഷെയറിൻ്റെ വാല്യൂ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു? ഇപ്പോൾ ഒരു 10 ലക്ഷം പേരല്ലേ, നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ അങ്ങനെ ആയിരുന്നല്ലോ. 10 ലക്ഷം ആൾക്കാർക്ക് നമ്മൾ എന്ത് ചെയ്തു? 10 ലക്ഷം ഷെയർസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഈ പറഞ്ഞ 10 ലക്ഷം ഷെയർ ഹോൾഡ് ചെയ്യുന്നവരുണ്ടല്ലോ, അവരവിടെ നിൽക്കുന്നു. നമുക്ക് അവരുടെ കയ്യിൽ നിന്ന് എത്ര പൈസ കിട്ടി അതൊക്കെ അവിടെ നിൽക്കട്ടെ. അങ്ങനെ ഇരിക്കെ നമുക്ക് എന്ത് സംഭവിച്ചു? നമ്മുടെ ബിസിനസ്സിന് ഇനിയും കുറച്ചും കൂടെ ഫണ്ടിൻ്റെ ആവശ്യമുണ്ട്. ഓക്കെ, നമ്മുടെ ബിസിനസ്സിന് എന്തുകൊണ്ട്? കുറച്ചും കൂടെ ഫണ്ടിൻ്റെ ആവശ്യമുണ്ട്. നമ്മൾ എന്ത് ചെയ്തു? വീണ്ടും ഷെയർ നമ്മുടെ മാർക്കറ്റിൽ ഇറക്കാൻ തീരുമാനിച്ചു. പഴയ ഷെയർ പലരുടെ കയ്യിലേക്ക് പോയി അവർ മറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വിറ്റ് എവിടേക്കോ പോകുന്നുണ്ട്. അതല്ല, പുതിയതായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ തീരുമാനിച്ചു? കുറച്ചും കൂടെ ഷെയർസ് വിൽക്കാൻ തീരുമാനിച്ചു. അങ്ങനെ രണ്ടാമത് ഷെയർ വിൽക്കാൻ തീരുമാനിക്കുന്നതിനാണ് FPO അഥവാ ഫോളോ പബ്ലിക് ഓഫർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനിഷ്യൽ പബ്ലിക് ഓഫർ കഴിഞ്ഞ് ഫോളോ പബ്ലിക് ഓഫർ വരുന്നു. ഈ FPO നടത്താൻ പോകുമ്പോൾ ആർക്ക് നമുക്ക് ആദ്യം വിൽക്കാൻ പറ്റും? ആരൊക്കെയോ നമ്മുടെ ഇനിഷ്യൽ പബ്ലിക് ഓഫർ വാങ്ങിച്ച് കൈ വെച്ചിരിക്കുന്നില്ലേ, അവർക്ക് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആദ്യമേ വിൽക്കാൻ പറ്റും. അതിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? റൈറ്റ് ഷെയർസ് എന്ന് വിളിക്കുന്നത്. ഇനി എന്താണ് ബോണസ് ഷെയർസ്? ബോണസ് ഷെയർ നമ്മൾ അഡീഷണൽ ബെനിഫിറ്റ് കൊടുക്കുന്നതാണ്. ആർക്ക് കൊടുക്കുന്നതാണ്? നമ്മുടെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കും. അതായത് ഇപ്പോൾ പെട്ടെന്ന് നമ്മളൊരു പ്രഖ്യാപനം നടത്തും. നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് എത്ര പേരുണ്ടോ അവർക്ക് 1:2 എന്ന് പറയുന്ന റേഷ്യോയിൽ, അല്ലെങ്കിൽ 1:2 ആയിരിക്കും ഇതിൽ എപ്പോഴും പറയുന്നത്. എന്താണ്, ഇപ്പോൾ ഒരു 3:1 അല്ലേ, അല്ലെങ്കിൽ 2:1 എന്നുള്ള രീതിയിൽ ബോണസ് കൊടുക്കാൻ തീരുമാനിക്കുക. അതായത് ഇപ്പോൾ അവർ നമ്മുടെ കമ്പനിയുടെ 2 ഷെയർ കൈവശം വച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് 1 ഷെയർ അധികമായിട്ട് കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ 3 ഷെയർ കൈവശം വച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് 1 ഷെയർ അധികമായിട്ട് കിട്ടും. അതിൻ്റെ പിന്നിലൊരു റീസൺ ഉണ്ട്. അപ്പം നിങ്ങൾ പെട്ടെന്ന് വിചാരിക്കും എന്തിനാണ് വെറുതെ ഈ ബോണസ് ഷെയർ വാരി കൊടുക്കുന്നത് എന്നുള്ളത്. അതിൻ്റെ പിന്നിലൊരു റീസൺ ഉണ്ട്. ആ റീസൺ പറയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ചോദ്യം വരുന്നത് എങ്ങനെയാണെന്നും കൂടെ ഒരു ക്ലാരിറ്റി കിട്ടും. ഒരു കമ്പനിയിൽ ഒരു ഇൻവെസ്റ്റർ വരുമ്പോൾ അയാൾക്ക് ആ കമ്പനിയുമേൽ 2 കാര്യങ്ങളിൽ ക്ലെയിമുണ്ട്. ഒന്ന്, അവിടുത്തെ ക്യാപിറ്റലിൽ ക്ലെയിമുണ്ട്. പിന്നെ അവരെ ഈ പ്രോഫിറ്റിൽ നിന്നുണ്ടാക്കുന്ന റിസർവിൻ്റെ മേലെ എന്തുണ്ട്?
ഇവർക്കൊരു ക്ലെയിമുണ്ട്. ജനറൽ റിസർവ് ഉണ്ടാക്കി വയ്ക്കുമല്ലോ കമ്പനികൾ, ആ റിസർവിൻ്റെ മേലിലും ഇവർക്കൊരു ക്ലെയിമുണ്ട്. ഈ റിസർവിനെ പയ്യെ ക്യാപിറ്റലിൻ്റെ പാർട്ടാക്കി മാറ്റുന്ന പ്രോസസ്സാണ് ഈ ബോണസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ. ഒരുപാട് കാര്യങ്ങൾ അല്ലാതുണ്ട്, എന്നാൽ ജനറൽ വളരെ ബേസിക്കായിട്ടൊക്കെ മനസ്സിലാക്കേണ്ട സാധനം അതാണ്. നമ്മൾ ഉപയോഗിക്കാൻ കഴിയാത്ത റിസർവായിട്ട് കൈ വച്ചിരിക്കുന്ന പൈസയെ നമ്മൾ പയ്യെ എന്താക്കി മാറ്റുകയാണ്, നമ്മുടെ ക്യാപിറ്റലിലെ പാർട്ടാക്കി മാറ്റുകയാണ്. ഞാനൊരു ഉദാഹരണം പറയാം. ഒരു കമ്പനിക്ക് എന്തുണ്ട്, 1,00,000 ഷെയർസ് അവർ വിൽക്കുന്നുണ്ട്. ഓക്കെ, അവർ 1,00,000 ഷെയർസ് വിറ്റിട്ടുണ്ട്. 1,00,000 ഷെയർസ് വിറ്റ ഈ കമ്പനിക്ക് പിന്നെ 1,00,000 ഷെയർസ് വിറ്റ ഈ കമ്പനിയുടെ ഒരു ഷെയറിൻ്റെ വില 10 രൂപയാണ് വിചാരിക്കുക. ഓക്കെ, അങ്ങനെ അവർ 1,00,000 ഷെയർ വിൽക്കുമ്പോൾ അവർക്ക് എത്ര രൂപയുടെ ക്യാപിറ്റലുണ്ട്? 10 ലക്ഷം രൂപയുടെ ക്യാപിറ്റൽ അവരുടെ കയ്യിലുണ്ട്. ഇത് കൂടാതെ അവരുടെ കയ്യിൽ നോക്കിയപ്പോൾ ഒരു 2.5 ലക്ഷം രൂപയുടെ റിസർവ് കിടപ്പുണ്ട്. ഈ റിസർവ് നമ്മുടെ SABയുടെ നിയമപ്രകാരം അങ്ങനെ കൂട്ടി വെച്ചേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഉപയോഗിക്കാൻ പറ്റത്തില്ല, അവിടെ അങ്ങനെ കിടക്കും. അപ്പോൾ ഇവർ വിചാരിച്ച എന്താണ്, വെറുതെ ഇങ്ങനെ കിടക്കുകയല്ലേ, നമുക്ക് ഈ റിസർവിനെ എന്താക്കി മാറ്റാം, ബോണസ് ഇഷ്യൂ ചെയ്ത് നമ്മുടെ ക്യാപിറ്റലിൻ്റെ പാർട്ടാക്കി മാറ്റാൻ വിചാരിച്ചു. ഓക്കെ, അപ്പോൾ അവരെന്ത് ചെയ്തു, അവർ പെട്ടെന്ന് കമ്പനി ഒരു പ്രഖ്യാപനം നടത്തി. നമ്മുടെ കമ്പനിയുടെ 4 ഷെയർ വച്ചിരിക്കുന്ന ഒരാൾക്ക് നമ്മൾ എന്ത് കൊടുക്കാൻ പോവാണ്, 1 ഷെയർ ബോണസായിട്ട് കൊടുക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ എത്ര രൂപയുടെ ഷെയർ പോകും നോക്കി, 10 ലക്ഷം ഷെയർസ് ഉണ്ട് നമ്മുടെ കമ്പനിക്ക്. അപ്പോൾ അതിനെ 4 ഡിവൈഡ് ചെയ്താൽ 2.5 ലക്ഷം, 10 ലക്ഷം ഷെയർസ് അല്ല, 10 ലക്ഷം രൂപയുടെ ഷെയർസ് ഉണ്ട്. അതിനെ 4 ഡിവൈഡ് ചെയ്താൽ 2.5 ലക്ഷം രൂപയുടെ ഷെയർസ്, അതായത് 25,000 ഷെയർസ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കൊടുക്കേണ്ടി വരും. ആ 2.5 ലക്ഷം രൂപയല്ലേ നമ്മളിവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഇത് കണ്ടിട്ടാണ് നമ്മൾ പറയുന്നത്, മനസ്സിലായല്ലേ? നമ്മൾ പറഞ്ഞു 4:1 കൊടുക്കാമെന്ന് പറഞ്ഞത് ഈ പൈസയെ നമ്മൾ അങ്ങോട്ട് കൺവേർട്ട് ചെയ്യാം, ഈ പറഞ്ഞ വെറുതെ കിടക്കുന്ന റിസർവിനെ നമ്മുടെ ക്യാപിറ്റലിലെ പാർട്ടാക്കി മാറ്റാം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു, 4:1 എന്ന് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, റേഷ്യോയിൽ, അതായത് നമ്മുടെ കമ്പനിയുടെ 4 ഷെയർ ഇപ്പം നിലവിൽ കൈവച്ചിരിക്കുന്ന ഒരാൾക്ക് എന്ത് കിട്ടും, 1 ഷെയർ ബോണസായിട്ട് കിട്ടും. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, എല്ലാവർക്കും കൂടെ ഈ പറഞ്ഞ റിസർവ് നമ്മൾ വീതിച്ച് കൊടുത്ത് ഒന്നും സംഭവിക്കുന്നില്ല, ആർക്കും ഒന്നും കൊടുക്കാൻ പോകുന്നില്ല. അവരുടെ കയ്യിരിക്കുന്ന ഷെയറിൻ്റെ എണ്ണം കൂടിയെന്ന് അവർക്ക് തോന്നുന്നല്ലാതെ പ്രത്യേകിച്ച് പൈസയുടെ കൈമാറ്റം ഒന്നും നടക്കുന്നില്ല. നമുക്കെന്ത് കിട്ടും, കമ്പനിക്കാർക്ക് എന്ത് കിട്ടും, നമ്മുടെ അക്കൗണ്ടിൽ വെറുതെ കിടന്നിരുന്ന ഈ 2.5 ലക്ഷം രൂപ നമുക്ക് ഉപയോഗിക്കാനായിട്ട് നമ്മുടെ കയ്യിലേക്ക് കിട്ടും. അപ്പോൾ ഇതിൽ ജേണൽ എൻട്രി വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരുപാട് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് സാധനങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. ഞാൻ അത്ര ഡെപ്തിലേക്ക് പോകുന്നില്ല. ബേസിക് മനസ്സിലാക്കുവാനാണെങ്കിൽ 2 ജേണൽ എൻട്രിയെ നമുക്ക് വരത്തുള്ളൂ. 2 കൂടുതലൊക്കെ വരും, കുറച്ച് കൺഫ്യൂഷൻ സാധനങ്ങളൊക്കെ വരും. ഞാൻ വീണ്ടും പറയാണ്, നിങ്ങൾ ക്വസ്റ്റ്യൻ്റെ അകത്ത് അങ്ങനെ പലതും കണ്ടാലും അറ്റ്ലീസ്റ്റ് ഈ 2 കാര്യങ്ങളെങ്കിലും എഴുതണം. ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു, നമ്മൾ എന്തിനാണ് എടുത്ത് മറിച്ചത്, ജനറൽ റിസർവിനാണ് എടുത്ത് മറിച്ച് എന്താക്കി മാറ്റിയേ, നമ്മുടെ ക്യാപിറ്റലിലെ പാർട്ടാക്കി മാറ്റി ബോണസായിട്ട് ഇഷ്യൂ ചെയ്യുന്നേ. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് എഴുതുക, ഈ ജനറൽ റിസർവ് ഇല്ലാതാകണം. ജനറൽ റിസർവിന് എന്ത് ബാലൻസ് ആയിരിക്കും, ക്യാപിറ്റലിൻ്റെ പാർട്ടായതുകൊണ്ട് ക്യാപിറ്റലിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്, അപ്പോൾ ജനറൽ റിസർവിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്. നമ്മൾ ജനറൽ റിസർവായ 2.5 ലക്ഷം രൂപയെ ഇല്ലാതാക്കാൻ പോവാണ്. അതിനർത്ഥം ജനറൽ റിസർവ് ഈസ് ഗോയിങ് ടു റെഡ്യൂസ്. നമ്മുടെ കയ്യിലുള്ള ജനറൽ റിസർവ് കുറയാൻ പോവുകയാണ്. കുറയുമ്പോൾ എന്ത് ചെയ്യണം, അതിൻ്റെ ബാലൻസ് ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ കുറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. ഇവിടെ ഓരോ ജേണൽ എൻട്രി ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിനകത്ത് ഇങ്ങനെ ഒരു കഥ പറഞ്ഞു പോകണം, എന്നാലും നിങ്ങൾക്കത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ജനറൽ റിസർവായ 2.5 ലക്ഷം രൂപയെ നമ്മളിവിടെ ഡെബിറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി ചോദ്യം, നമ്മളിത് എന്താക്കിയാണ് മാറ്റിയത്, നമ്മളിതിനെ എന്തായിരുന്നു മാറ്റി, ബോണസിന് വേണ്ടിയിട്ടൊരു അക്കൗണ്ട് തുടങ്ങി. ആ അക്കൗണ്ടിലേക്ക് ഈ 2.5 ലക്ഷം രൂപ നമ്മൾ എന്ത് ചെയ്തു, കൺവേർട്ട് ചെയ്തു, ബോണസായിട്ട് കൺവേർട്ട് ചെയ്തു. ഇനി ബോണസ് കൺവേർട്ട് ചെയ്തിട്ട് ചുമ്മാ കൈ വെച്ചിട്ടിരുന്നാൽ മതിയോ, പോരാ, നമ്മൾ എന്ത് ചെയ്യണം, ബോണസിന് ഇഷ്യൂ ചെയ്യണം. അപ്പോൾ ജേണൽ എൻട്രി എന്ത് വരും, ബോണസ് അക്കൗണ്ട് ടു ഇക്വിറ്റി ക്യാപിറ്റൽ. അപ്പോൾ നമ്മൾ ഈ 2.5 ലക്ഷം രൂപ എന്തിൻ്റെ പാർട്ടായി മാറി, നമ്മുടെ ക്യാപിറ്റലിൻ്റെ പാർട്ടായിട്ട് മാറി. കണ്ടില്ലേ, ഇതാണ് ഒരു ഇൻറ്റേർണൽ അഡ്ജസ്റ്റ്മെൻറ്റ് കളി എന്ന് പറയുന്നത്. ഇതുകൊണ്ട് കമ്പനിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. വെളിയിൽ നിന്നൊന്നും കടം എടുത്തില്ല, ഒന്നും ചെയ്തില്ല, കയ്യിൽ ചുമ്മാ കിടന്ന പൈസ നമ്മുടെ ക്യാപിറ്റലായിട്ട് മാറി. ഇനി ഇൻവെസ്റ്റേഴ്സിന് സന്തോഷമുണ്ട്. നോക്കി, ഇപ്പം ഞാൻ ആ കമ്പനിയിൽ ഒരു 10,000 രൂപയുടെ ഷെയർസ് വാങ്ങിച്ചിരുന്നു വിചാരിച്ചോ. 10,000 രൂപയെന്ന് പറഞ്ഞാൽ പിന്നെ കൺഫ്യൂഷൻ ഉണ്ടാകും, പോട്ടെ. ഞാനൊരു 100 ഷെയർസ് വാങ്ങിച്ചതെന്ന് വിചാരിച്ചു. ഓക്കെ, എൻ്റെ കയ്യിൽ ആ കമ്പനിയുടെ 100 ഷെയർസ് ഉണ്ട്. ഇപ്പം എനിക്ക് ഈ ബോണസ് ഇഷ്യൂയിലൂടെ എനിക്കതെന്ത് സംഭവിച്ചു, എനിക്കത് 125 ഷെയർസായി. അതായത് എൻ്റെ കയ്യിലുള്ള 100 ഷെയർസിനെ 4 ഡിവൈഡ് ചെയ്യുമ്പോൾ
25 ഷെയർസ് അധികം എനിക്ക് കിട്ടും അല്ലേ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ 125 ഷെയർസ് ഉണ്ട്. ഈ 125 ഷെയർസ് ഉണ്ടെന്ന് പറഞ്ഞ് എനിക്ക് എപ്പോഴാണ് ഗുണം വരുന്നത്? അടുത്ത വർഷം ചിലപ്പോൾ എന്ത് ഡിക്ലെയർ ചെയ്യും, ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യും. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യും, ഡിവിഡൻഡ് തരുന്നതിൽ കൂടുതൽ കിട്ടിയേക്കാം, ഡിവിഡൻഡ് തരാതെ പോലും ഇരിക്കാം. അതൊക്കെ കമ്പനിയുടെ ഇഷ്ടമാണ്, അതൊന്നും നമുക്ക് ചോദിക്കാൻ പറ്റത്തില്ല. ഇനി ഈ കമ്പനി അടച്ചു പൂട്ടുമ്പോൾ എന്ത് ചെയ്യും, എങ്ങാനും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ കൊടുക്കാൻ വല്ലതും ബാക്കിയുണ്ടെങ്കിൽ അതിലെനിക്കൊരു ഹയർ ക്ലെയിം കിട്ടും. അത്രയൊക്കെ ഉള്ളൂ. അല്ലാതെ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് കമ്പനിക്ക് ഒരു നഷ്ടം ഉണ്ടാവുന്നില്ല. അതുകൊണ്ടാണ് അവർ വളരെ ബുദ്ധിപൂർവ്വം ബോണസ് ഇഷ്യൂ ചെയ്യുന്നത്. അല്ലാതെ ബോണസ് ഇഷ്യൂ ചെയ്യുന്നവൻ്റെ തലയ്ക്കൊക്കെ വട്ടാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഒരു ക്ലാരിറ്റി കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പം മിനിമം ഈ 2 ജേണൽ എൻട്രിയെങ്കിലും എഴുതാനുള്ള ഒരു അറിവ് നിങ്ങൾക്ക് വേണം. ഓക്കെ, ഇതിൽ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാം, അറിയത്തില്ല, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ വേണം നമുക്ക് കാര്യങ്ങൾ അറിയാൻ. സ്റ്റിൽ ഈ ബേസിക് എങ്കിലും അറിയാമെന്ന് ഉറപ്പാക്കാം. ഓക്കെ, നമുക്ക് പിന്നെയും ഇതിലേക്ക് പോവാം. ഇനി പറയുന്ന 2 മേജർ കാര്യങ്ങളാണ്, അത് പറഞ്ഞ് നമുക്ക് നിർത്താം. ഒന്ന്, ബൈബാക്ക് ഓഫ് ഷെയർസിൻ്റെ ഒരു കണക്കും പിന്നെ ഇഷ്യൂ ഓഫ് ഡിബഞ്ചറിൻ്റെ ഒരു ബേസിക് കണക്കും. രണ്ടിടത്തും എനിക്ക് എന്തേ പറയാനുള്ളൂ, ജേണൽ എൻട്രീസേ പറയാനുള്ളൂ. കാര്യം നമ്മൾ കമ്പനിയുടെ ഭാഗത്ത് നിന്നാണ് ചിന്തിക്കില്ല. അത് എന്താണ് ഈ ബൈബാക്ക് ഓഫ് ഷെയർസ്? പേര് പറയുന്ന പോലെ തന്നെ ചില കമ്പനികൾ എന്ത് ചെയ്യുന്ന അറിയുമ്പോൾ സെബിയുടെ അപ്രൂവലോട് കൂടി വിറ്റ ഷെയറിനെ തിരിച്ചു വാങ്ങും. എന്തിനാ തിരിച്ചു വാങ്ങുന്നത്? അവർക്ക് അവരുടെ ഓണർഷിപ്പ് അവരുടെ കയ്യിൽ തന്നെ നിൽക്കുമെന്ന് ഉറപ്പാക്കാൻ. ഒരു ഉദാഹരണം പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞ കഥ തന്നെയാണ്. ഒരു കമ്പനി എന്ത് ചെയ്യാണ്, അവർക്ക് 1,00,000 ഷെയർസ് ഉണ്ട്. ഓക്കെ, ഈ 1,00,000 ഷെയർസിൽ ഒരു ഷെയറിന് 10 രൂപയാണ് വില. അപ്പോൾ അവരുടെ കയ്യിൽ മൊത്തത്തിൽ 10 ലക്ഷം രൂപയുടെ ഷെയർസ് ഉണ്ട്. ഇത് ആരുടെ കയ്യിലിരിക്കുകയാണ്? ആരൊക്കെയോ വാങ്ങിച്ചു, അവരുടെ കയ്യിലിരിക്കുകയാണ്. ഒരു ഷെയറിന് എത്ര രൂപയായിരുന്നു വില? 10 രൂപയായിരുന്നു വില. അപ്പോൾ ഇത് പബ്ലിക് വാങ്ങിച്ചു, പബ്ലിക്കിൻ്റെ പലരുടെ കയ്യിലായിട്ട് നമ്മുടെ കമ്പനിയുടെ ഉടമസ്ഥാവകാശം ഇരിക്കുകയാണ്. അപ്പോൾ ഇരിക്കുമ്പോൾ നമ്മുടെ കമ്പനിക്ക് തോന്നി ഒരു 10% എന്ത് നമുക്ക് പിടിക്കാം, തിരിച്ചു പിടിക്കാം. നമ്മുടെ കയ്യിലുള്ള നമ്മൾ കൊടുത്ത ഷെയർസിൽ ഒരു 10% തിരിച്ചു പിടിക്കാം. നമ്മൾ 1,00,000 ഷെയർസിലെ കൊടുത്ത അതിൻ്റെ 10% എന്ന് പറയുമ്പോൾ എത്ര വരും? ഒരു 10,000 ഷെയർസ് തിരിച്ചു പിടിക്കാമെന്ന് ഇവർ വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഈ നിലവിൽ അവർ 10 രൂപയ്ക്ക് കയ്യിൽ വെച്ചേക്കുന്നത്, അവർ ചെന്ന് 11 രൂപ തരാമെന്ന് പറഞ്ഞാലും അവർ നമുക്ക് ഷെയർ തിരിച്ച് തരാൻ പോകുന്നില്ല. അപ്പോൾ ഈ പബ്ലിക് നമ്മുടെ കമ്പനിയിലേക്ക് ഈ ഷെയർ തിരിച്ചു വയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു വമ്പൻ ഓഫർ അവർക്ക് കൊടുത്തേ പറ്റും. ഫോർ എക്സാമ്പിൾ, കമ്പനി പറയാൻ എന്താണ്, ഞാൻ ഒരു ഷെയറിന് 25 രൂപ വെച്ച് തരാം, എനിക്ക് എത്ര ഷെയർ വേണം? 10,000 ഷെയർ. അങ്ങനെ കമ്പനി തിരിച്ചു വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ ഇനി ഇവിടെ വരാൻ പോകുന്നത് 2 ജേണൽ എൻട്രീസാണ്. ഒന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതാണ്, മറ്റേത് നിങ്ങൾക്ക് അറിയാൻ വഴിയില്ല. അതുകൊണ്ട് അത് ഞാനൊന്ന് പറയാം. അപ്പോൾ 2 പറയുന്നുണ്ട്, ഒന്ന് ഉത്തരത്തിൽ 2 പറയുന്നുണ്ട്. ഏറ്റവും ആദ്യം പറയുന്നത് എന്തായിരിക്കും, നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ പോലെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് എന്ത് കൊടുക്കുകയാണ്, നമ്മുടെ 2.5 ലക്ഷം രൂപ കൊടുക്കാൻ 25 രൂപ പെർ ഷെയർ ഇൻറ്റു 10,000, 2.5 ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞാൽ 2.5 ലക്ഷം രൂപ കൊടുക്കണ്ടേ? ആ പൈസ കൊടുക്കുമ്പോൾ ഒരു ജേണൽ എൻട്രി വരും. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകുന്നതാണ്, ബാങ്ക് അക്കൗണ്ടിന് ഡെബിറ്റ് അല്ല ക്രെഡിറ്റാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ജേണൽ എൻട്രി എന്തായിരിക്കും, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ഓക്കെ, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഇട്ടിട്ടു എന്തായിരുന്നു, ബാങ്ക് അക്കൗണ്ട് 2.5 ലക്ഷം നമ്മൾ ബൈബാക്ക് ചെയ്തു, നമ്മുടെ കയ്യിൽ നിന്ന് 2.5 ലക്ഷം രൂപ കൊടുത്തു. ഓക്കെ, ഇനി നമുക്കറിയേണ്ടത്, നമ്മൾ ഈ ബൈബാക്ക് ചെയ്തല്ലോ, യഥാർത്ഥത്തിൽ ഈ ബൈബാക്ക് ചെയ്ത ഷെയറിൻ്റെ വില എത്രയായിരുന്നു? ഈ പറഞ്ഞ പോലെ 1,00,000 ആയിരുന്നു അല്ലേ. അതായത് 10 രൂപയാണ് ഒരു ഷെയറിൻ്റെ വില. നമ്മൾ 10,000 ഷെയർസാണ് വാങ്ങിച്ചത്, 1,00,000 രൂപയായിരുന്നു അതിൻ്റെ യഥാർത്ഥ വില. ഈ പൈസ നമ്മളൊരു പുതിയ അക്കൗണ്ടിൽ കാണിക്കുക. അതിൻ്റെ പേരാണ് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് എന്ന് പറയും. ഓക്കെ, നിങ്ങൾ ഇതിനു വേണ്ടി മാത്രം പഠിക്കുന്ന ഒരു സാധനമാണ് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. അതിലേക്ക് കാണിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ 1,00,000 ഷെയർസ് നമുക്ക് വന്നല്ലോ, അത് നമ്മുടെ കയ്യിലുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്നതിന് പകരം ജനറൽ റിസർവിൽ നിന്ന് പൈസ എടുത്ത് കൊടുത്ത് ആ തിരിച്ചെടുത്ത ക്യാപിറ്റൽ നമ്മുടെ കയ്യിലേക്ക് വന്നു എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ് അടുത്ത ജേണൽ എൻട്രി എഴുതുന്നത്. ജേണൽ എൻട്രി ഇങ്ങനെയാണ്, ജനറൽ റിസർവ് അക്കൗണ്ട് ഡെറ്റഡ് ടു ബാങ്ക് അല്ല, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് എന്ന് പറയും. ഓക്കെ, ഇതൊരു റെയർ കേസാണ്, നിങ്ങൾ അത്ര വെറീഡ് ആവേണ്ട. ഇതിൽ എത്രയാണ് നമ്മൾ എമൗണ്ട് എഴുതേണ്ടത്? ഈ പറഞ്ഞ പോലെ 1,00,000 എമൗണ്ട് എഴുതേണ്ടത്. കാരണം എന്താണ്, യഥാർത്ഥ അതിൻ്റെ വില, ഷെയറിൻ്റെ വില 1,00,000. നമ്മൾ അവർക്ക് കൊടുത്ത ഓഫറാണ് 25 രൂപ പെർ ഷെയർ എന്നൊക്കെ ഉള്ളത്. യഥാർത്ഥത്തിൽ 10 രൂപയോ ഷെയറിനുള്ളിൽ 10,000 ഷെയർസ് വാങ്ങുമ്പോൾ 1,00,000 രൂപയെ വിലയുള്ളൂ. അപ്പോൾ നമ്മൾ 2 കാര്യങ്ങൾ കാണിച്ചു. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ആ ഷെയർസ് നഷ്ടപ്പെട്ടു, നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചു എന്നുള്ളത് കാണിച്ചു. പിന്നെ ആ ഷെയർസ് നമ്മുടെ കയ്യിൽ വന്നു എന്നുള്ളതിനെ ജനറൽ റിസർവ് അക്കൗണ്ട് അറ്റ് ടു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലും കാണിച്ചു.
ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, നമ്മളൊരു ക്വസ്റ്റ്യനാണ് കണ്ടുപോയത്. ഓക്കെ, ഞാൻ ഉദാഹരണമായിട്ടാണ് പറഞ്ഞെങ്കിൽ പോലും ഒരു ക്വസ്റ്റ്യനും അതിൻ്റെ അകത്ത് എഴുതാനുള്ള ജേർണൽ എൻട്രിയുമാണ് പറഞ്ഞു പോയത്. ഓക്കെ, ഫൈനലി പറയുന്നത് ടൈപ്സ് ഓഫ് ഡിബഞ്ചേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു? ഇഷ്യൂ ഓഫ് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ വരുന്ന ബേസിക് ജേർണൽ എൻട്രി ഞാൻ ഒരുപാട് പറഞ്ഞത്, ഒരുപാട് പ്രോപ്പറായിട്ട് പറയണമെങ്കിൽ ഒരുപാട് പറയാനുണ്ട്, അതിലേക്ക് പോകുന്നില്ല. ബേസിക് ഐഡിയ ഇതാണ്. അണ്ടർ റൈറ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബേസിക് ഐഡിയ പറഞ്ഞു, ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സ് എന്താണെന്ന് പറഞ്ഞു, റൈറ്റ് ഷെയർ പറഞ്ഞു, ബോണസ് ഷെയർ പറഞ്ഞു, അതിൻ്റെ കണക്ക് പറഞ്ഞു, ബൈബാക്ക് ഷെയറും പറഞ്ഞു കഴിഞ്ഞു. ഫൈനലി നമ്മൾ എന്തും കൂടെ നോക്കുകയാണ്, ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ, ടൈപ്പ് ഓഫ് ഡിബഞ്ചർ എന്താണെന്നൊക്കെ നോക്കുകയാണ്. ഡിബഞ്ചർ എന്താണെന്ന് അറിയാമെന്ന് വിശ്വസിക്കുന്നു. എന്ത് തന്നെയാണ് ഏതാണ്ട് നമ്മുടെ ഷെയർസ് തന്നെയാണ്. ഷെയറും ഡിബഞ്ചറും തമ്മിലുള്ളൊരു മേജർ വ്യത്യാസം എന്താണ്? ഷെയർ എന്ന് പറയുന്നത് പോലെ അല്ല ഡിബഞ്ചർ. ഡിബഞ്ചറിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ കടമാണ് കമ്പനിക്ക് കൊടുക്കുന്നത്. ഷെയർ വാങ്ങുമ്പോൾ നമ്മൾ കമ്പനിയുടെ ആരായി മാറുന്നു? ഓണറായി മാറുന്നു. ഡിബഞ്ചർ വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ഓണർ ആവുന്നില്ല, പകരം നിങ്ങൾ എന്തായി മാറുന്നു? കടം കൊടുക്കുന്ന ആൾ. നമ്മുടെ കമ്പനി ഒരു കമ്പനിയിലേക്ക് കടം കൊടുക്കുന്ന ആളായിട്ട് മാറുന്നു. എന്തുകൊണ്ടാണ് കടം കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ പൈസ തിരിച്ചു തരാനുള്ള ബാധ്യത ആർക്കുണ്ട്? നമ്മുടെ കമ്പനിക്കുണ്ട്. ഷെയർ നമ്മൾ വാങ്ങിക്കുമ്പോൾ ആ കമ്പനി ആ പൈസ തിരിച്ചു തരണം നിർബന്ധമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ബേസിക് സാധനം നമ്മളും കമ്പനിയും തമ്മിലുള്ള ബന്ധമാണ്. നമ്മൾ ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങുമ്പോൾ നമ്മൾ ആ കമ്പനിയുടെ ആരായി മാറുന്നു? ഓണർമാരിൽ ഒരാളായി മാറുന്നു. ഒരു കമ്പനിയുടെ ഡിബഞ്ചറാണ് നമ്മൾ വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ കമ്പനിയുടെ ആരായി നമ്മൾ മാറുന്നു? കമ്പനിക്ക് കടം കൊടുത്ത ഒരു ക്രെഡിറ്റർ മാത്രമാണ്. നമുക്കവിടെ കമ്പനി കയറി ഇടപെടാനോ കമ്പനിയുടെ തീരുമാനങ്ങളിൽ ചോദ്യം ഒന്നും ഇല്ല, അനുവാദമില്ല. എന്തേ ഉള്ളൂ, ഈ പറഞ്ഞ പോലെ പൈസ തിരിച്ച് കിട്ടേണ്ട സമയമുണ്ട്, കിട്ടേണ്ട സമയത്ത് കിട്ടിയില്ലെങ്കിൽ ചോദിക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ ഒരു റിട്ടേൺ കമ്പനിയുടെ സീലുള്ള ഒരു ഡോക്യുമെൻ്റാണ്. ഈ ഡോക്യുമെൻ്റ് നമുക്ക് എന്തിനുള്ള പവർ തരുന്നു? നമ്മൾ കൊടുത്ത പൈസയും അവർ എഗ്രി ചെയ്ത പൈസയും പറഞ്ഞ ഡേറ്റിനോ അല്ലെങ്കിൽ ആ ഒരു പീരീഡിനകത്തോ അല്ലെങ്കിൽ കമ്പനി തീരുന്ന സമയത്തോ കമ്പനി അടച്ചുപൂട്ടുന്ന സമയത്തോ തിരിച്ചു വാങ്ങാനുള്ള റൈറ്റ് നമുക്ക് തരുന്നതാണ് ഡിബഞ്ചർ. ഡിബഞ്ചറിൻ്റെ ടൈപ്സ് ചോദിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ചില ഡിബഞ്ചർ സെക്യൂർഡ് ആയിരിക്കും. സെക്യൂർഡ് ഇൻ ദ സെൻസ് ഈ ഡിബഞ്ചർ അവർ പറയുമ്പോൾ ഈ പൈസ എങ്ങനെ തിരിച്ചു തരുമെന്നുള്ളതിനെ ഒരു അസറ്റ് അവർ സെക്യൂരിറ്റി ആയിട്ട് പറയും. ചിലത് അൺസെക്യൂർഡ് ആയിരിക്കും. ഇനി ചിലത് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ചില ഡിബഞ്ചറിന് പറയും നിങ്ങൾ ഈ ഡിബഞ്ചർ 10 വർഷത്തിന് കൂടുതൽ നിങ്ങളുടെ കയ്യിൽ തന്നെ വെച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന് ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറയും. എന്നാൽ കൺവേർട്ട് ചെയ്യാൻ പറ്റാത്തതുണ്ട്. ഒരു പീരീഡിന് ശേഷം റിഡീം ചെയ്യാൻ പറ്റും. മിക്ക ഷെയർസും പറയും ഒരു 4 വർഷം 5 വർഷമൊക്കെ റിഡീം പീരീഡ് പറയും. 4 വർഷം കഴിഞ്ഞ് ഇത് മെച്ചുവറാകും, 5 വർഷം കഴിഞ്ഞ് മെച്ചുവറാകുമെന്ന് പറയും. വേറെ ചില ഡിബഞ്ചേഴ്സ് ഉണ്ട്, അത് എന്ത് ചെയ്യത്തില്ല, മെച്ചുവർ ആവത്തില്ല. കമ്പനി എപ്പോഴാണോ അടച്ചു കൂട്ടുന്നത് അപ്പം മാത്രമേ അതിന് എടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ എന്തുണ്ട്, പല ടൈപ്സ് ഓഫ് ഡിബഞ്ചേഴ്സ് ഉണ്ട്. ഒന്ന് നോക്കുക കേട്ടോ. നമ്മളെ മെയിൻ പരിപാടി അതല്ല, ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. നമുക്കും ഇവിടെയും ഒരുപാട് കോംപ്ലിക്കേഷൻസ് വരാം. എന്നാൽ ഞാൻ വളരെ സിമ്പിളായിട്ട് കീപ്പ് ചെയ്യുന്നു. സിമ്പിളായിട്ട് പറയുമ്പോൾ നമ്മുടെ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ പറഞ്ഞ അതേ പ്രൊസീജിയറാണ് കേട്ടോ, വേറെ കഥകളൊന്നുമില്ല. ഏറ്റവും ബേസിക്കായിട്ട് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ വരുന്നത് ഈ പറഞ്ഞ പോലെ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞ അതേ ട്രാൻസാക്ഷൻസ് ആണ്. അതൊന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നു. നമ്പർ 1 എന്തായിരുന്നു? നമുക്ക് ഷെയർ ഡിബഞ്ചർ നമ്മൾ വിറ്റു, നമുക്ക് കയ്യിൽ പൈസ വന്നു, ബാങ്ക് അക്കൗണ്ട് ഇട്ടിട്ടു, ഡിബഞ്ചർ ആപ്ലിക്കേഷൻ, അത് ഡിബഞ്ചറായിട്ട് ഇഷ്യൂ ചെയ്തതായിട്ട് നമ്മൾ പറയുന്നില്ല, നമുക്ക് കുറേ പൈസ കിട്ടും. ഫോർ എക്സാമ്പിൾ നമ്മൾ 50,000 ഷെയർസാണ് വിറ്റിരുന്നെങ്കിൽ ഒരു 60,000-ൻ്റെ ഷെയർസ് അല്ല, ഞാൻ അറിയാതെ പറഞ്ഞാണ്, ഡിബഞ്ചറാണ്. 50,000 ഡിബഞ്ചറാണ് വിറ്റിരുന്നെങ്കിൽ ഒരു 60,000 ഡിബഞ്ചർ വിറ്റു, 60,000 ആപ്ലിക്കേഷൻ വന്നോ, അത്രയും പൈസ നമ്മുടെ ബാങ്കിൽ കയറി. ഇതിൽ നമ്മൾ എത്രയേ പറഞ്ഞുള്ളൂ? 50,000 പറഞ്ഞുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഡിബഞ്ചർ ആപ്ലിക്കേഷനിൽ 10,000 ഡിബഞ്ചർ നമ്മൾ തിരിച്ചു കൊടുക്കും. നമ്മൾ നല്ലവന്മാരാണ്, നമുക്ക് നമ്മുടെ ഇതല്ലാത്ത പൈസ വേണ്ട. അങ്ങനെ ചെയ്തില്ലെങ്കിൽ സെബിക്ക് പിടിക്കും. അതുകൊണ്ടാണ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു? ആ 10,000 തിരിച്ചു കൊടുക്കുന്നു. ആൻഡ് ഫൈനലി നമ്പർ 3 എന്താണ്? ഈ ഡിബഞ്ചറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇഷ്യൂ ചെയ്യുന്നു. ഇപ്പം നിലവിൽ 60,000 വന്നു, അതിന് നേരെ തിരിച്ച് എഴുതി ഒരു 10,000 നമ്മൾ തിരിച്ചു കൊടുത്തു. ഇനി എന്തുണ്ട്? ബാക്കി 50,000 ഡിബഞ്ചറുണ്ട്, നമ്മളതിനെ ഇഷ്യൂ ചെയ്യുന്നു. ഡിബഞ്ചർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഇട്ടിട്ടു ഡിബഞ്ചർ അക്കൗണ്ട് എത്ര രൂപ? 50,000 രൂപ. ഇതാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഇഷ്യൂ ഓഫ് ഡിബഞ്ചറിൻ്റെ കണക്ക്. ഞാൻ വീണ്ടും പറയുന്നു, കോംപ്ലിക്കേഷൻസ് ഒരുപാടുണ്ട്, അതിലേക്കൊന്നും പോകുന്നില്ല. മിനിമം സാധ്യത അതിൻ്റെ അകത്തുണ്ട്. നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ, എത്ര കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഈ പറഞ്ഞ മിനിമം ജേർണൽ എൻട്രി എഴുതിയാൽ ഒരു മിനിമം മാർക്ക് തരാതെ പോകാൻ പറ്റത്തില്ല. ചിലപ്പോൾ ബൈ യുവർ ലക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് മിനിമം മാത്രമായിരിക്കും, നമുക്ക് അറിയത്തില്ല. നിങ്ങൾ നമ്മുടെ പരീക്ഷണ വസ്തുവാണ്, നിങ്ങളിലൂടെ വേണം ഫോറിൻ്റെ ക്വസ്റ്റ്യൻസ് എന്താണെന്ന് നമുക്കും മനസ്സിലാക്കാൻ. ഓക്കെ,
ജനറലായിട്ട് ചോദിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ചോദിക്കുന്നത് ചോദിച്ചാൽ സിലബസ് ഒരു വ്യക്തത തരുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ വെറീഡ് ആവരുത്. ഇത് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കണ്ടു നോക്കുക. ഒരു മിനിമം ഐഡിയ കിട്ടും. അതുകൊണ്ട് ഹാപ്പി ആയിട്ട് പോയി പരീക്ഷ ചെയ്തിട്ട് വരിക. ഓക്കെ, എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഓൾ.